നമസ്കാരം, ഞാൻ ഡോക്ടർ ആരിശ്രീ. ഇക്ര താണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിലെ MRIയിലെ റേഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. മൂത്ര സംബന്ധമായ അസുഖങ്ങൾ, മൂത്രത്തിൽ രക്തം എന്നീ ലക്ഷണങ്ങളുള്ളവരെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ രോഗനിർണയത്തിനായി പല ടെസ്റ്റുകളും നിർദ്ദേശിക്കാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ നിർണയത്തിന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ടെസ്റ്റുകൾ PSA, അതൊരു ബ്ലഡ് ടെസ്റ്റാണ്, പിന്നെ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി എന്നിവയാണ്. പക്ഷേ PSA പോലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളിൽ ചിലപ്പോഴൊരു 30% പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണ് പ്രോസ്റ്റേറ്റ് MRIയുടെ ഇമ്പോർട്ടൻസ്. പ്രോസ്റ്റേറ്റ് MRI ചെയ്യുക വഴി നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. MRI ചെയ്തതിന് ശേഷം ക്യാൻസർ അല്ലാത്ത മുഴകൾ നമുക്ക് ബയോപ്സി ചെയ്യുന്നതിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ MRIയിൽ ക്യാൻസർ ആണെന്ന് സംശയം തോന്നുന്ന മുഴകൾ നമുക്ക് സ്റ്റേജിങ് ചെയ്ത് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു. ഓർക്കുക, ഏറ്റവും നേരത്തെയുള്ള രോഗനിർണയമാണ് നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ സിമ്പിളും എഫക്റ്റീവുമായി തീരാൻ സഹായിക്കുന്നത്.